10ാം ക്ലാസ് +2 കഴിഞ്ഞവർ അവിടെ കോഴ്സ് ആ ഒരു പഠിപ്പ് നിർത്തിയിട്ട് ജോലിക്ക് കയറുന്നതിൻ്റെ വേറെ റീസൺ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അവർ നേരത്തെ പ്ലാൻഡ് ആണ്, ഞാനിനി കോളേജിലൊന്നും പോകുന്നില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആയിട്ട് ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചോളാം എന്ന് തീരുമാനിച്ചിറങ്ങുന്നവരുണ്ട്. സോ അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള, അങ്ങനെ പഠിക്കാൻ തീരുമാനിക്കുന്നവരോടുള്ള അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ അവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ ഒരിക്കലും ലൈക്ക് അങ്ങനെ തീരുമാനം എടുത്ത് പോകാതിരിക്കുക എന്നുള്ളത്. സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. +2 10ാം ക്ലാസ് ലൈഫിനേക്കാളും വേറൊരു വൈബ് സംഭവം തന്നെയാണ് കോളേജിൽ പോയി പഠിക്കുമ്പോൾ കിട്ടണത്. അതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നമ്മളൊക്കെ പഠിച്ച കോളേജിലെ അവസ്ഥ അറിയാലോ. ആ കോളേജിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റൂല. സോ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് കോളേജിന്റെ എക്സ്പോഷർ, വേറെ ഒത്തിരി കാര്യങ്ങൾ കോളേജിൽ പഠിക്കാൻ പറ്റും. സോ ഇങ്ങനെ മനഃപൂർവ്വം ഞാൻ ഇപ്പൊ പഠിക്കണില്ല, എനിക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നിർത്തിപ്പോയിട്ട് പിന്നെ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരുടെ ജാക്സൺ സാറിന് എന്താ പറയാനുള്ളത്? അല്ല, അത് മജഭായി എനിക്ക് പറയാനുള്ളത്, ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പക്ക സീരിയസ്നെസ് ഉള്ളൊരു കാര്യവും റെഗുലർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെജോ പറഞ്ഞതുപോലെ നമ്മുടെ ഹോൾ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. നമ്മൾ പുസ്തകം മാത്രമല്ല പഠിക്കേണ്ടത്, നമ്മൾ അടിസ്ഥാനപരമായി മനുഷ്യനാകാൻ പഠിക്കണം. സഹകരണ മനോഭാവം വേണം. പല കൾച്ചറുള്ള, പല തോട്ട് പ്രോസസ്സുള്ള പല ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറുന്നത്. അപ്പോൾ നമുക്ക് ഒരു റെഗുലർ എഡ്യൂക്കേഷനിൽ കിട്ടുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം, പുതിയ ഭാഷകൾ പഠിക്കാം, പുതിയ ആളുകളെ കാണാം, പുതിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഇതൊന്നും സാധ്യമല്ല. കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ഇടത്തിരുന്നാണ് പഠിക്കുന്നത്. അവിടെ സീരിയസ് എഡ്യൂക്കേഷനാണ്, അല്ലെങ്കിൽ സീരിയസ് ബിസിനസ് മാത്രമേ ഉള്ളൂ. അവിടെ പക്ക പഠിക്കാൻ വരുന്നു, കൃത്യമായി അവരവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, പഠിക്കുന്നു, മുന്നോട്ട് പോകുന്നു, എക്സാം എഴുതുന്നു, അവരുടെ കാര്യങ്ങൾ കഴിയുന്നു, അവർ മുന്നോട്ട് പോകുന്നു. പക്ഷേ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരു എൻജോയ്മെൻറ്റ്. ലൈഫിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വരേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനെങ്കിൽ ഡെഫിനറ്റ്ലി റെഗുലർ എഡ്യൂക്കേഷനാണ് ദ ബെസ്റ്റ് എന്ന് പറയും. ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് അല്ലെന്നല്ല, പക്ഷേ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവിടെ കിട്ടില്ല എന്നുള്ളതാണ്. കാരണം എൻജോയ്മെൻറ്റ് ലൈഫിൽ, കൂട്ടുകാർ അല്ലെങ്കിൽ കോളേജിൽ കുറേ ഇൻഗ്ലാബ് വിളിക്കാം, കുറേ കാര്യങ്ങൾ ക്ലാസ് ബങ്ക് ചെയ്യാം, കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പോകാം, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോകാം, ഒരു പ്രണയം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കോളേജ് ലൈഫിൽ കിട്ടും. ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഇതൊന്നും സാധ്യമല്ല. അവിടെ പക്ക സീരിയസ് ആയിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വരിക, പഠിക്കുക, അടിപൊളിയായിട്ടൊരു ജോബിലേക്ക് പോവുക, ലൈഫിൽ സക്സസ്സിലേക്ക് പോവുക. പക്ഷേ കോളേജ് ലൈഫ് അങ്ങനെയല്ല. അത് എൻജോയ് ചെയ്യാനുണ്ട്, അത് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം മിജോ പറഞ്ഞതുപോലെ നമ്മുടെ കരിയറിൽ നമ്മൾ കോളേജ് ലൈഫിൽ അടിച്ചു പൊളിച്ചതുപോലെ അത് ഓൺലൈൻ എഡ്യൂക്കേഷനിലായിരുന്നുവെങ്കിൽ സാധിക്കത്തില്ല. അപ്പം ഇന്നും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ പഴയ ഓർമ്മകൾ അയവിറക്കാൻ നമുക്കുള്ളത് നമ്മൾ കോളേജിൽ റെഗുലറായിട്ട് പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ട് തന്നെയാണ്. പക്ഷേ രണ്ടിനും ഒരേ വാല്യൂ ആണ്. രണ്ടിനും കുറേ കാര്യങ്ങൾ നല്ലതുമുണ്ട്, കുറേ കാര്യങ്ങൾ ചീത്തയുമുണ്ട്. റെഗുലർ ക്ലാസ്സിൽ പോകുന്ന ഒരാൾക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പൈസയുടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ അവനൊരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവന് കുറേ ഫ്ലെക്സിബിളായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടില്ല. പക്ഷേ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ പോകുമ്പോൾ ഫീസ് കുറവാണ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതിനോടൊപ്പം തന്നെ അവന് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം രണ്ടിൻ്റേതായിട്ടുള്ള കുറേ ഡിഫറൻസും കുറേ കാര്യങ്ങളും ബെറ്റർമെൻറ്റും കുറേ കാര്യങ്ങളും മോശവും ഉണ്ട്. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും എടുത്ത് പറയട്ടെ, സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ലൈഫിൽ കുറേയൊക്കെ കുറുമ്പുകളും ലൈഫിൽ കുറേയൊക്കെ തമാശകളൊക്കെ ഓർമ്മകളിൽ വേണമെന്നുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും ഓൺലൈൻ എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കരുത്. നിങ്ങൾ മസ്റ്റായിട്ട് കോളേജിൽ തന്നെ പോയി പഠിക്കുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി മതി എന്നുള്ളതാണ് നോക്കേണ്ടത്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് +2 നിൽക്കുന്നവർ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ കോളേജിൽ പോയി ഡയറക്റ്റ്ലി റെഗുലർ എഡ്യൂക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾ ജോലിക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് പറ്റുന്ന പാർട്ട് ടൈം ജോലികളൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് അനുഭവിച്ചറിഞ്ഞവർക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു മുഴുവൻ എക്സ്പ്രസ് ചെയ്യാനും പറ്റാത്തൊരു കാര്യമാണ്. എല്ലാത്തിനും, ഈ രണ്ട് കാര്യത്തിനും 2 ഡിഫറെൻറ്റ് തലങ്ങളിൽ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇനി എക്സ്ക്യൂസസ് ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ, ഇപ്പോൾ എൻ്റെ പാരൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നില്ല, സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെ ആർക്കും ഇനി പഴി ചാറാൻ പറ്റില്ല. സോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ ഇത് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
then do it.